പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തെ പേടിച്ച് ഭരിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയാണ് മോദി സർക്കാരിന് വന്നിട്ടുള്ളത്. ഏതെല്ലാം തരത്തിലാണ് പ്രതിപക്ഷം മോദി ഭരണത്തെ പ്രതിരോധത്തിലാക്കുന്നത് എന്ന് പറയാൻ കഴിയാത്ത തരത്തിലാണത്. അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കുക എന്നുള്ളതാണ് രാജ്യം ഭരിക്കുക എന്നുള്ളതിനേക്കാൾ ഇപ്പോൾ മോദിക്ക് മുന്നിലെ വെല്ലുവിളി. ഇപ്പോഴിതാ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75ാം വാർഷികം വളരെ വിപുലമായി ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് മോദി സർക്കാർ. നമുക്കറിയാം 40 സീറ്റ് കിട്ടി അധികാരത്തിലെത്തുമെന്നും എത്തിയാൽ ഭരണഘടന തന്നെ മാറ്റിയെഴുതുമെന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPക്ക് കിട്ടിയത് വലിയ തിരിച്ചടിയാണ്. ആ തിരിച്ചടിയിൽ നിന്നും ഇപ്പോഴും അവർ പുറത്തു കടന്നിട്ടില്ല. ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് മോദിക്കും കൂട്ടർക്കും. മാത്രമല്ല കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇത് BJPയുടെ അടിത്തറ ഇളക്കുമെന്ന് ബോധ്യമായതോടെ BJP ഭരണഘടനയ്ക്കെതിരെ എന്ന ഒരു പ്രതിപക്ഷ പ്രചരണം ചെറുക്കാനെങ്കിലും ആകുമോ എന്ന് നോക്കാനാണ് ഇപ്പോഴത്തെ ഈ ചെപ്പടി വിദ്യ. അതിൻ്റെ ഭാഗമായി ഭരണഘടനാ അവകാശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നിയമമന്ത്രാലയം തയ്യാറാക്കിയ ഒരു പോർട്ടൽ നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. മാത്രമല്ല ഭരണഘടന ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ചെറുക്കാൻ വിപുലമായ പ്രചരണ പരിപാടികളാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ ഒരുക്കാൻ പോകുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25-ാം തീയതി ഇനി ഭരണഘടന ഹത്യ ദിനമാക്കിക്കൊണ്ട് ഒരു പ്രഖ്യാപനം വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് 75ാം വാർഷികം ആഘോഷമാക്കാനുള്ള നീക്കം നടക്കുന്നത്. നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിച്ചിട്ട് 75 വർഷം പൂർത്തിയാകുന്നത്. അതുമുതൽ അടുത്ത റിപ്പബ്ലിക് ദിനം വരെ നീളുന്ന ഒരു ആഘോഷ പരിപാടികൾക്കാണ് സർക്കാർ രൂപം നൽകുന്നത്. രാജ്യവ്യാപകമായി ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രദർശനങ്ങളിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാകും ആഘോഷം എന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പ്രതിപക്ഷത്തെ പേടിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതോടെ ആ സംഭവവും പൊളിയും. ഏതായാലും ഹമാരാ സംവിധാൻ ഹമാരാ സമ്മാൻ എന്ന പേരിലാണ് നിയമമന്ത്രാലയം പോർട്ടൽ തുടങ്ങിയിട്ടുള്ളത്. നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് സാധാരണക്കാരെ ബോധവൽക്കരിക്കുന്നതിനാണ് ഈ പോർട്ടൽ എന്നാണ് സർക്കാർ പറയുന്നത്. ഭരണഘടന തിരുത്തി സംവരണം അട്ടിമറിക്കാനാണ് BJP 400 സീറ്റ് ലക്ഷ്യമിട്ടത് എന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രം ഭരണഘടന ഉയർത്തിയുള്ള ഈ നീക്കങ്ങൾ സജീവമാക്കുന്നത്. എന്നാൽ BJP ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന പ്രചരണം പാർലമെൻറ്റിലടക്കം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ചതോടെ BJP സർക്കാരിൻ്റെ ഈ കൺകെട്ട് വിദ്യ തകരാൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയെയും അടിസ്ഥാന മൂല്യങ്ങളെയും തകർക്കാൻ ഒരവസരം കിട്ടാൻ കാത്തുനിൽക്കുകയായിരുന്നു മോദിയും BJPയും. എന്നാൽ അത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ കൊടുത്ത പണിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ജനങ്ങൾ പണി തരുമെന്നുറപ്പിച്ചതോടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഭരണഘടനയെ മഹത്വവൽക്കരിക്കാനുള്ള BJPയുടെ നീക്കം അതും താമസിയാതെ ജനങ്ങൾക്ക് പിടികിട്ടും എന്നുറപ്പാണ്.